ഹലോ. നെക്സ്റ്റ് ജേണൽ എൻട്രീസ് ഓഫ് ബൈബാക്കിൻ്റെ ജേണൽ എൻട്രീസ് ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എ ലിമിറ്റഡ് ഇഷ്യൂഡ് 4 lakh ഇക്വിറ്റി ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹10 each. എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 4 lakh ഇക്വിറ്റി ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിരുന്നു. ഇപ്പോൾ കമ്പനി എന്ത് ചെയ്യുകയാണ്? ആ 4 lakh ഷെയർസിൽ നിന്ന് 1 lakh ഷെയർസ് കമ്പനി ബൈബാക്ക് നടത്താൻ തീരുമാനിക്കുന്നു. ബൈബാക്ക് നടത്തുന്നത് ₹10 ഫേസ് വാല്യൂ ഉള്ള ഇക്വിറ്റി ഷെയർ ₹30 ദാറ്റ് മീൻസ് ₹20 പ്രീമിയത്തിനാണ് ബൈബാക്ക് നടത്തുന്നത്. ഓക്കെ. ദെൻ കമ്പനിയുടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ ഒരു 25 lakh ഉണ്ട്. അതുപോലെ തന്നെ ജനറൽ റിസർവിൽ 50 lakh ഉണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ബൈബാക്ക് നടത്തേണ്ടത്. അപ്പോൾ ബൈബാക്കിൻ്റെ സമയത്തുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം നമുക്കറിയാം. ബൈബാക്ക് നടത്തുന്നത് ഒന്നുകിൽ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഫ്രീ റിസർവിൽ നിന്നായിരിക്കാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യനകത്ത് ഫ്രീ റിസർവിൽ നിന്നാണ് ബൈബാക്ക് നടത്തുന്നത്. കാരണം ക്വസ്റ്റ്യനകത്ത് 2 റിസർവുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജനറൽ റിസർവിൽ ഒരു 50 lakhും സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ ഒരു 25 lakhും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റിസർവ് വെച്ചുകൊണ്ടാണ് നമ്മൾ ബൈബാക്ക് നടത്തേണ്ടത്. റിസർവിൽ നിന്ന് ബൈബാക്ക് നടത്തുന്ന സമയത്ത് നമുക്കറിയാം, ബൈബാക്ക് നടത്തുന്ന എത്ര രൂപയുടെ ഷെയർ ആണോ അത്രയും രൂപ, ദാറ്റ് മീൻസ് അതിൻ്റെ ഫേസ് വാല്യൂ നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് മാറ്റണം? ഫ്രീ റിസർവിൽ നിന്ന് CRR അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്, ബൈബാക്ക് നടത്തുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂ എവിടെ നിന്ന് എങ്ങോട്ട് മാറ്റണം? ജനറൽ റിസർവിൽ നിന്ന് CRR അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇവിടെ ഫേസ് വാല്യൂ എത്രയാണ് ഷെയറിൻ്റെ? ₹10 ആണ്. ₹30 ബൈബാക്ക് നടത്തുന്നു. ₹30 ₹20 എന്താണ്? പ്രീമിയമാണ്. അപ്പോൾ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്, ഷെയറിൻ്റെ ഫേസ് വാല്യൂ ആണ് എവിടെ നിന്ന് എങ്ങോട്ട് മാറ്റേണ്ടത്? ജനറൽ റിസർവിൽ നിന്ന് CRR അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് 1 lakh ഷെയർ ഇക്വിറ്റി ഷെയർ ആണ് ബൈബാക്ക് നടത്തുന്നത്. 1 lakh ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 10 ആണ്. ₹30 ബൈബാക്ക് നടത്തുന്നത് ₹20 പ്രീമിയത്തിനാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഫേസ് വാല്യൂ 10 ആണ്. അപ്പം 1 lakh ഇൻറ്റു 10 lakh rupees ആണ് എങ്ങോട്ട് മാറ്റേണ്ടി വരുള്ളൂ? CRR അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടി വരും. ഓക്കെ. പ്രത്യേകം ശ്രദ്ധിക്കുക, ബൈബാക്ക് നടത്തുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂ ആണ് CRR അക്കൗണ്ടിലേക്ക് മാറ്റുക. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ പ്രിഫറൻസ് ഷെയറിൻ്റെ കേസ് പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ്. ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്, ബൈബാക്ക് നടത്തുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂ നമ്മൾ CRRലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇവിടെ ബൈബാക്ക് നടത്തുന്ന ഷെയർ 1 lakh, അതിൻ്റെ ഫേസ് വാല്യൂ 10. അപ്പോൾ 1 lakh ഇൻറ്റു 10 lakh ആണ് നമ്മൾ എങ്ങോട്ട് മാറ്റേണ്ടത്? CRR അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഏതൊക്കെ തന്നിട്ടുള്ള റിസർവ് ഏതൊക്കെയാണ്? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ആൻഡ് ജനറൽ റിസർവ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇപ്പോൾ ജനറൽ റിസർവിൽ തന്നെ 50 lakh ഉണ്ട്. ആ 50 lakh എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ഫേസ് വാല്യൂ 1 lakh ഇൻറ്റു 10 lakh നമുക്ക് മാറ്റാൻ വേണമെങ്കിൽ. പക്ഷേ നമുക്ക് 2 റിസർവും തന്നതുകൊണ്ട് 2 റിസർവിൽ നിന്ന് നമ്മൾ കുറേശ്ശെ എമൗണ്ട് എടുക്കുവാണ്. ഓക്കെ. ഒരു 50-50 എടുക്കാം. അപ്പോൾ 10 lakh നിന്ന് ഒരു 5 lakh നമ്മൾ എവിടെ നിന്ന് എടുത്തു? ജനറൽ റിസർവിൽ നിന്ന് എടുത്തു. 5 lakh നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്നും എടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു CRR അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് നമ്മൾ 5 lakh rupees എടുത്തു. അതുപോലെ തന്നെ ജനറൽ റിസർവ് അക്കൗണ്ട്, ജനറൽ റിസർവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 5 lakh rupees എടുത്തു. ദെൻ അതങ്ങോട്ട് മാറ്റി CRR അക്കൗണ്ടിലേക്ക് മാറ്റി. ഓക്കെ. അപ്പോൾ നമുക്ക് എത്ര രൂപയായി? 10 lakh rupees ആയി. നമുക്ക് ബൈബാക്ക് നടത്താൻ എത്ര വേണം ടോട്ടൽ? 10 lakh rupees ഫേസ് വാല്യൂ, ദെൻ ₹20 എത്ര വരുന്നുണ്ട്? പ്രീമിയം വരുന്നുണ്ട്. അപ്പം 1 lakh ഇൻറ്റു 20 എത്ര വരും? 20 lakhs വരും. ഓക്കെ. മൊത്തം നമുക്ക് വരേണ്ടത് ബൈബാക്ക് നടത്താൻ 30 lakhs ആണ്. 30 ലക്ഷം രൂപ വേണം. ഓക്കെ. അപ്പോൾ അതിൽ 20 lakhs എന്താണ്? പ്രീമിയമാണ്. 1 lakh ഇൻറ്റു 20 lakhs പ്രീമിയമാണ്. ആ പ്രീമിയം നമ്മൾ എവിടെ നിന്ന് എടുക്കാൻ പറ്റൂ? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റൂ. പ്രീമിയം കൊടുക്കുന്നത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്നാണ് എടുക്കുക. സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ എമൗണ്ട് ഇല്ല എങ്കിൽ നമുക്ക് എന്തും ചെയ്യാം? ഫ്രീ റിസർവ് ആയിട്ടുള്ള ജനറൽ റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനകത്ത് നോക്കിക്കേ, 25 lakhs എന്തെന്നുണ്ട്? സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ തന്നിട്ടുണ്ട്. നമ്മളിപ്പം ബൈബാക്ക് നടത്തുന്ന CRR അക്കൗണ്ടിലേക്ക് മാറ്റാൻ എത്ര എടുത്തിട്ടുള്ളൂ? 5 lakh എടുത്തിട്ടുള്ളൂ. ബാക്കി സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ എത്ര എമൗണ്ട് ഉണ്ട്? 20 lakh rupees ഇല്ലേ?
നമ്മളിവിടെ പ്രീമിയം കൊടുക്കുന്നത് എത്രയാണ്? 20 ലാക്സ് ആണ് അല്ലേ? 1 lakh ഇൻറ്റു 20 ലാക്സ് ആണ് നമുക്ക് പ്രീമിയം കൊടുക്കേണ്ടത്. അപ്പോൾ പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ഇനിയും എത്ര ബാക്കിയുണ്ട്? 20 ലാക്സ് ഉണ്ട്. ആ 20 ലാക്സ് നമ്മൾ അങ്ങോട്ട് മാറ്റും, ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രീമിയം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അതാണ് ഇനി സെക്കൻഡ് ജേണൽ എൻട്രി. ഓക്കെ, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്ന് പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രീമിയം കൊടുക്കാൻ വേണ്ടിയിട്ട് 20 ലാക്സ് ഉപയോഗിക്കും. അപ്പോൾ ജേണൽ എൻട്രി നോക്കുക, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക്. ഓക്കെ, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് 20 ലാക്സ്. 20 ലാക്സ് കിട്ടിയത് നിങ്ങൾക്കറിയാലോ. മൊത്തം 1 lakh ഷെയറാണ് ബൈബാക്ക് നടത്തുന്നത്. ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 ആണ്, ബൈബാക്ക് നടത്തുന്നത് 30 ആണ്. അപ്പോൾ 30 ആകുമ്പം 10 rupees ഫേസ് വാല്യൂ പ്ലസ് 20 rupees പ്രീമിയം, അതാണ് 30. ഓക്കെ, 10 + 20 അതാണ് 30 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 20 rupees പ്രീമിയം ആണ്. പ്രീമിയം നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ എമൗണ്ട് ഇല്ല എങ്കിൽ നമുക്ക് ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം. ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ 20 lakh rupees ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ട് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്ന് 20 lakh എടുത്തിട്ട് എങ്ങോട്ട് മാറ്റി? പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് നടത്തുന്നതിന് പ്രീമിയം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിനി ബൈബാക്ക് നടത്തുന്നത് 30 lakhs rupees ആയല്ലോ. ജനറൽ റിസർവിൽ നിന്ന് 5 lakh എടുത്തു, സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്ന് 5 lakh എടുത്തു. അങ്ങനെ 20 rupees 10 lakh rupees ഫേസ് വാല്യൂ ആയി. ഓക്കെ, അത് 10 ആയി. ദെൻ വേണ്ടത് ഇനി 20 ആണ്. 20 നമ്മൾ എവിടെ നിന്ന് എടുത്തു? സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്ന് എടുത്തു, 20 ആയി. അപ്പം 20 + 10 30 lakhs rupees ആയി. 30 lakh rupees ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബൈബാക്ക് നടത്താമല്ലോ. ഓക്കെ, അപ്പോൾ ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഫോർ ബൈബാക്ക് ഓഫ് ഷെയർസ്. ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇനി തേർഡ് ജേണൽ എൻട്രി ഒരു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ജേണൽ എൻട്രി ആണ്. അപ്പോൾ തേർഡ് ജേണൽ എൻട്രി നോക്കിക്കേ, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. എത്ര രൂപയുടെ? 30 lakh rupeesൻ്റെ ഷെയർ നടത്തുന്നു. അതുകൊണ്ട് തന്നെ 30 lakh rupeesൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് 30 lakhs. ഈ 30 lakhs കിട്ടിയത് എങ്ങനെ അറിയാലോ? സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്ന് 20 lakhs എടുത്തു. ദെൻ CRR അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ ജനറൽ റിസർവിൽ നിന്ന് 5 lakhും സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്ന് 5 lakhും എടുത്തു. അങ്ങനെ 10 + 20 30 lakhs ആയി. ഈ 30 lakhs ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് 30 lakhs. ജേണൽ നരേഷൻ എന്ത് കൊടുക്കും? സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഫോർ ബൈബാക്ക് ഓഫ് ഷെയർസ്. ഷെയർ ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. ദെൻ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ആ ബാങ്ക് അക്കൗണ്ടിലെ പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബൈബാക്ക് നടത്താം. അപ്പോൾ ഇനി നെക്സ്റ്റ് ജേണൽ എൻട്രി ബൈബാക്ക് നടത്തുന്ന ജേണൽ എൻട്രി ആണ്. ബൈബാക്ക് നടത്തുന്ന ജേണൽ എൻട്രി എന്തായിരുന്നു? ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇക്വിറ്റി ഷെയർ ആണല്ലോ നമുക്ക് ബൈബാക്ക് നടത്താനുള്ളത്. അപ്പോൾ ആ ഇക്വിറ്റി ഷെയർ കമ്പനിയിലേക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുവാണ്. കമ്പനി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിരുന്ന പബ്ലിക്കിൻ്റെ കയ്യിലുള്ള ഇക്വിറ്റി ഷെയർ കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. വാട്ട് കംസ് ഇൻ, എന്താണ് തിരിച്ചു വരുന്നത്? അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ ഇക്വിറ്റി ഷെയർ തിരിച്ചു വരുന്നു. അതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആ 30 lakhs rupees എന്ത് ചെയ്യും? ഇക്വിറ്റി ഷെയറിലേക്ക് പോകും. വാട്ട് ഗോസ് ഔട്ട്, എന്താണോ പോകുന്നത് അത് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ക്യാഷ് പോകുന്നു, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് ബൈബാക്ക് നടത്തുമ്പോഴുള്ള ജേണൽ എൻട്രി. ഓക്കെ, ബൈബാക്ക് നടത്തി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? ബൈബാക്ക് നടത്തിയ ഷെയർ ഹോൾഡേഴ്സിനെ എന്ത് ചെയ്യണം? കമ്പനി പിരിച്ചു വിട്ടുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ലാസ്റ്റ്. നമുക്ക് തരാനുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള പണം തിരിച്ചു കൊടുത്തു. ഓക്കെ, തിരിച്ചു കൊടുക്കുന്നത് തന്നെ പ്രീമിയത്തിനാണ്. 10 രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ കമ്പനി തിരിച്ചു വാങ്ങിക്കുന്നത് 30 രൂപക്കാണ് അല്ലേ? 30 rupeesനാണ് തിരിച്ചു വാങ്ങിക്കുന്നത്. അപ്പോൾ 20 രൂപ ഒരു ഷെയറിന്മേൽ പ്രീമിയം കൊടുത്തുകൊണ്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ പിരിച്ചുവിടുന്നത്.
അങ്ങനെ അവർക്ക് കൊടുക്കാനുള്ള പണം തിരിച്ചു കൊടുത്തുകൊണ്ട് അവരെ പിരിച്ചുവിട്ട് കമ്പനി ആ ഷെയർ ഹോൾഡേഴ്സിനെ ക്യാൻസൽ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ലാസ്റ്റ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം കൊടുക്കുന്നു. അപ്പം പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. ഓക്കെ, അവർക്ക് ആ പണം തിരിച്ചു കൊടുത്തുകൊണ്ട് അവരെ ക്യാൻസൽ ചെയ്യുന്നു. നരേഷൻ എന്ത് കൊടുക്കും? ക്യാൻസലേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ് ബോട്ട് ബാക്ക് അറ്റ് പ്രീമിയം. പ്രീമിയത്തിന് ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? എത്ര ഷെയറാണോ ബൈബാക്ക് നടത്തുന്നത് അത്രയും ഷെയറിനെ ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസലേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ് ബോട്ട് ബാക്ക് അറ്റ് പ്രീമിയം. ഇത്രയും ജേണൽ എൻട്രീസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റിസർവിൽ നിന്നാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ആ റിസർവ് എത്ര രൂപയുടെ ഇക്വിറ്റി ഷെയർ ആണോ ബൈബാക്ക് നടത്തുന്നത് അത്രയും രൂപയുടെ ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂ റിസർവിൽ നിന്ന് CRR അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ 1 lakh ഇൻറ്റു 10 ആണ്. അപ്പോൾ 10 lakh റുപ്പീസ് വരും. അത്രയും എമൗണ്ട് നമ്മൾ 2 റിസർവിൽ നിന്നായിട്ട് എടുത്തു. സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്ന് 5 lakh എടുത്തു. ജനറൽ റിസർവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 5 lakh എടുത്തു. അത് CRR അക്കൗണ്ടിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള 10 ലക്ഷം രൂപയായി. ഇനി നമുക്ക് 20 ലക്ഷം രൂപ വേണം. ആ 20 ലക്ഷം രൂപ നമ്മൾ എവിടെ നിന്ന് എടുത്തു? സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്ന് 20 lakhും എടുത്തു. അപ്പോൾ 20 lakh പ്ലസ് 10 lakh 30 lakh റുപ്പീസ് ആയി. 30 lakh റുപ്പീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബൈബാക്ക് നടത്താം. അപ്പോൾ ബൈബാക്ക് നടത്തുമ്പോൾ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. ആ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് 30 lakhs. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബൈബാക്ക് നടത്തുന്നു. ബൈബാക്ക് നടത്തുന്ന ജേണൽ എൻട്രിയാണ് ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് 30 lakhs. ബൈബാക്ക് നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ബൈബാക്ക് നടത്തി അവരുടെ കയ്യിലുള്ള ഷെയറൊക്കെ തിരിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യണം? അത്രയും ഷെയർ ഹോൾഡേഴ്സിനെ കമ്പനി ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. ഓക്കെ, 10 lakh 20 lakh 30 lakhs. ഇത്രയും കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ജേണൽ എൻട്രീസ് തീരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ജേണൽ എൻട്രീസ് എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വിളിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൺഫ്യൂഷൻ തീർത്ത് മുന്നോട്ട് പോവാം. അതാത് സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടെങ്കിൽ അപ്പോൾ വിളിക്കുക. അത് നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു.